ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് മാർക്കോയും ലോപ്പസും കൂടി പോകുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ മേഘാതനായ ഒരു ഗുണ്ടനെ കാണാനായിട്ട് വന്നത് ഇവർ കാണുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ മേഘാതം കാണാതെ അവരവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് നേരെ മേഘാതം പോയതിനു ശേഷം അയാളുടെ ഹോസ്പിറ്റലിലെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അയാൾക്ക് എന്തില്ല, സൗണ്ടൊന്നുമില്ല, വർത്തമാനം പറയാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ മേഘാതനോട് സത്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അയാളുടെ കൂടെ നിന്നിട്ട് ആളെ മാർക്കോ നല്ല രീതിയിലൊന്ന് പേടിപ്പിക്കുന്നുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നും എന്താണെന്ന് ഈ ബെഡിൽ കിടക്കുന്ന ഇവനറിയാം, അതുകൊണ്ട് ഇവനോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പ്രശ്നമില്ല, മേഘാതം വന്നിട്ടുണ്ടെങ്കിലും അവന് അനുകൂലമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടില്ല, അവനെന്ത് ചെയ്തിട്ടില്ല, സൗണ്ടോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒന്നും പറയാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഞാനിവിടെ റിസപ്ഷനിലും ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോയുടെ ധൈര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയും അനന്തും ഒക്കെ കൂടി യാത്ര പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരെന്ത് കാറിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മേഘാത്തിനെങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നിട്ട് അവനെങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ ചെയ്യുക എന്നുള്ള ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് എന്താ വഴിയെ നോക്കാടോ, എന്നൊരു പ്രശ്നമല്ല, നമുക്ക് എന്തായാലും ഈ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചില്ല, അപ്പം നമുക്ക് എന്ത് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം കാറിലേക്ക് കയറിയിട്ട് നിന്ന് പോകുന്നുണ്ട്. കരുണയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആലോചനയിലാണ്. ഈ ആലോചന ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഉണ്ണി ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഉണ്ണി എന്തിട്ടുണ്ട്, കരുണേൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഉണ്ണിക്ക് എന്തായാലും അറിയാം, ഉണ്ണി ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും കരുണ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ കരുണയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും എന്നൊക്കെ ഉണ്ണിക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്താ കരുണ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മഹാലക്ഷ്മിനെയും കണ്ണനെ ഇല്ലാതാക്കാൻ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും ഇനി ഒരു വഴിയിലൂടെ അവരെ ഇല്ലാതാക്കാൻ പറ്റില്ല. ആകെ എനിക്ക് എൻ്റെ മുമ്പിലുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനുണ്ടായിട്ട് അവൾക്ക് എന്തായാലും ഒരു കുഞ്ഞിനുണ്ടാവില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു കുഞ്ഞിനുണ്ടായിട്ട് അവളെ അവൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ അതായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുക. അവൻ്റെ ചോറൂണും അവൻ്റെ പാലോടൊക്കെ നമുക്കിവിടെ കഴിക്കാം. അതൊക്കെയാണ് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ എന്ത് നമ്മുടെ ഉണ്ണീനോട് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതിനായിട്ട് എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഓ അതുപോലും നിങ്ങൾ കരുണോടല്ല, ഞാൻ എന്താ ഈ ഒരു കമലേശ്വരത്തെ ഒരു അടിമേനെയാണല്ലോ കല്യാണം കഴിച്ചത്, ഞാൻ എന്തിനാണ് ഈ ഒരു അടിമേനെ കല്യാണം കഴിച്ചതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നീ എന്തിനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുന്നത്, ഞാൻ എന്താ ഇവിടുത്തെ അടിമയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, നിങ്ങൾ അടിമയല്ലേ, നിങ്ങളുടെ മഹാലക്ഷ്മിയുടെ അടിയിലല്ലേ നിങ്ങൾ ഇപ്പോഴും ജോലി ചെയ്യുന്നത്, അവളല്ലേ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, അപ്പോൾ നിങ്ങൾ എന്താണ് അവളുടെ അടിമയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയൊക്കെ എന്ത് ഇതിന് കരുണയും ഉണ്ണിയും കൂടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കരുണേനോട് ഉണ്ണീനോട്, ഇനി എന്തായില്ല, കരുണയ്ക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞിന് ജീവൻ നൽകാനോ കുഞ്ഞിനെ വയറ്റിലേക്ക് ചുമക്കാനോ ഉള്ള ഒരു കഴിവിനില്ല. അവൾ ആ ഒരു പച്ചമരുന്ന് കലർത്തിയ വിഷം കുടിച്ചപ്പോൾ തന്നെ അവളുടെ എല്ലാ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, കരുണയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ എല്ലാ കുറ്റങ്ങളും കരുണയുടേതാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉണ്ണിക്കൊരു ആശ്വാസമുണ്ട്. ഇനിയിപ്പോൾ ഇവള് ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു കാര്യം പറയാനുണ്ടല്ലോ എന്ത് ഉണ്ണി വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവളിപ്പോൾ മുത്തശ്ശീനോടും പ്രതാപനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കുറ്റപ്പെടുത്തി എന്നെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്കപ്പോൾ പറയാലോ, എന്താണ് എൻ്റെ പ്രശ്നമല്ല, കരുണയുടെ പ്രശ്നമാണ്, കരുണയ്ക്ക് നിങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വിഷത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ എനിക്ക് പറയാലോ എന്നുള്ളൊരു ചിന്ത എന്തിനാണ് നമ്മുടെ ഉണ്ണിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഉണ്ണിക്കും കരുണയ്ക്കും നല്ല രീതിയിൽ സങ്കടമുണ്ട്. കാരണം കരുണയുടെ ഏക ഒരു ജയിക്കാനുള്ള, അതായത് മഹാലക്ഷ്മിനെ ജയിക്കാനുള്ള കരുണയുടെ ഏക ഒരു മാർഗ്ഗമായിരുന്നു എന്ത് ചെയ്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത്. ആ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ഇനിയിപ്പോൾ കരുണയ്ക്ക് പറ്റില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കരുണയ്ക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കൂടി വരുത്തി വെച്ചുള്ള കാര്യങ്ങളിലെ ഇതൊക്കെ, അതുകൊണ്ട് എന്താണ് നിങ്ങൾ തന്നെ അനുഭവിച്ചോളാം എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുള്ള കരുണയാണെങ്കിൽ ഇങ്ങനെ പ്രതാപനോടും മുത്തശ്ശിനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇനിയിപ്പോൾ എന്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തില്ല, എനിക്ക് കുഞ്ഞിനെ കൂടി ജന്മം നൽകാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ. മേഘനാഥനാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കണം, കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 3 ഗുണ്ടകളും എങ്ങനെയാണ് മരണപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ആ 2 ഗുണ്ടകൾ മരിച്ചത് എങ്ങനെയാണെന്നോ ഒരാൾക്ക് അത്രയും സീരിയസ് ആയിട്ട് ICUവിൽ കിടക്കുന്നത് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. എല്ലാ ന്യൂസിലും പറയുന്നത് ഇങ്ങനെ സോമന്മാരെ മലകളിൽ നിന്ന് വീണിട്ടുണ്ടെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല, എന്തായാലും മാർക്കോയും സാഗറും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ചെയ്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മാർക്കോയെ നമ്മളൊന്ന് പേടിക്കണം, മാർക്കോ എന്നെ എവിടെ കണ്ടുകഴിഞ്ഞാലും എന്നെ കൊല്ലാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, എന്തായാലും ഞാനും എന്തില്ല വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, നീ ഒന്ന് സൂക്ഷിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഭയം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രതാപൻ്റെയും മേഘനാഥൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സമയം അടങ്ങിയിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.